ജിസേലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് ജിസേൽ ഭയങ്കര ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. വെരി ഫണ്ണി. അത് ഒരു ഷഡ്ഡി മാത്രം ഇട്ട് ദേഹത്ത് മൊത്തം എണ്ണയൊക്കെ തേച്ച് മസിലും കാണിച്ച് നിക്ക. അവിടെ വസ്ത്രധാരണമോ വേറെ അല്ലെങ്കിൽ തന്നെ മനം മറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല കുട്ടി. എന്താ പിന്നെന്താ പാവം ടെൻഷൻ കൊണ്ടായിരിക്കും സാരി പോലും എടുക്കാൻ മറന്നുപോയി. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ മേളിലായി മുണ്ടെടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ, ഒരെണ്ണം ഞാൻ തരാം. അപ്പം അതിനെ കുറിച്ചാണ് പറയാനുള്ളത്. അവരുടെ സൗഹൃദത്തെ കുറിച്ചാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്. അത് തമാശ, ശരിയായിട്ടുള്ള കാര്യമല്ല. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ് ആവാം, അതിനെ ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എനിക്ക് അങ്ങനെ തോന്നുന്നു. സൗഹൃദത്തിനെ ഒരു കോഴിത്തനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു, അത് നിന്റെ തെറ്റ്. എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ടാ. ആര്യനാണെങ്കിലും ജിസേലാണെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുന്നത്? ഉണ്ടോ കണക്ഷൻ ഉണ്ടോ? യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് രണ്ട് യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. സംഭവിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് സംഭവിച്ചാൽ നല്ലത്. എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. അതിനുണ്ടോ ഏജിൽ എന്താ കാര്യം? പ്രിയങ്ക ചോപ്ര ആരെയാ കെട്ടിയത്? അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആരെയാ കെട്ടിയത്? உங்களுக்கு വയസ്സായി പോച്ചാ? ഏറിയ 45-50. എനിക്ക് പ്രശ്നം വയ്യ. എനിക്ക് ഇടിഞ്ഞ് പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ. നശിച്ച് നാറാണക്കല്ലെടുക്കും.